എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കേരളത്തിലെ ജോലി അന്വേഷിക്കുന്ന വനിതകൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു റിക്രൂട്ട്മെന്റ് അവസരത്തെക്കുറിച്ചാണ് നമ്മൾ വിശദമായിട്ട് സംസാരിക്കാൻ പോകുന്നത്. കേരള സർവകലാശാലയുടെ കീഴിലുള്ള വനിതാ ഹോസ്റ്റലുകളിലേക്ക് മാട്രൺ തസ്തികയിലേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനുള്ള ഔദ്യോഗിക വിജ്ഞാപനം പുറത്തിറങ്ങിയിരിക്കുകയാണ്. സർക്കാർ സർവകലാശാലയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിരവധി ഉദ്യോഗാർത്ഥികൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താൻ സാധിക്കും. പ്രത്യേകിച്ച് വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് അനുയോജ്യമായ ഒരു ജോലിയാണിത്. ആദ്യം തന്നെ ഈ ജോലിയുടെ പ്രധാന പ്രത്യേകതകൾ നോക്കാം. ഈ റിക്രൂട്ട്മെന്റിന്റെ വിശദവിവരത്തിലോട്ട് കടക്കും മുമ്പായിട്ട് ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടനടി തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക, അവർക്ക് ഉപകാരപ്പെടും. ആദ്യം തന്നെ ഈ ജോലിയുടെ പ്രധാന പ്രത്യേകതകൾ നോക്കാം. കേരള സർവകലാശാലയുടെ വനിതാ ഹോസ്റ്റലുകളിലേക്കാണ് മാട്രൺ നിയമനം നടത്തുന്നത്. ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളുടെ ക്ഷേമം, താമസ സൗകര്യങ്ങളുടെ മേൽനോട്ടം, അച്ചടക്ക പരിപാലനം, ഹോസ്റ്റൽ ഭരണകാര്യങ്ങളിൽ സഹായം എന്നിവയാണ് പ്രധാന ഉത്തരവാദിത്തങ്ങൾ. ഈ നിയമനം സ്ഥിര നിയമനമല്ല, കരാറടിസ്ഥാനത്തിലുള്ള നിയമനമാണ്. എന്നിരുന്നാലും സർവകലാശാലയുടെ കീഴിൽ ജോലി ചെയ്യാനുള്ള അവസരമെന്ന നിലയിൽ ഇത് നിരവധി ഉദ്യോഗാർത്ഥികൾക്ക് ഗുണകരമാണ്. ഇപ്പോൾ യോഗ്യതകളെ കുറിച്ച് നോക്കാം. ഉദ്യോഗാർത്ഥി 10ാം ക്ലാസ് പാസ്സായിരിക്കണം എന്നുള്ളതാണ്. വനിതാ ഹോസ്റ്റൽ പരിപാലനവുമായി ബന്ധപ്പെട്ട പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. വിജ്ഞാപനത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ യോഗ്യതകളും ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധാപൂർവം പരിശോധിക്കണം. ഇനി പ്രായപരിധി കാണാം. പ്രായപരിധി വളരെ പ്രധാനമാണ്. വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്ന പ്രായപരിധിക്കുള്ളിൽ വരുന്ന വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ പങ്കെടുക്കാൻ കഴിയൂ. പ്രായം തെളിയിക്കുന്ന രേഖകൾ അഭിമുഖ സമയത്ത് ഹാജരാക്കേണ്ടതുണ്ട്. ഈ നിയമനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എഴുത്തു പരീക്ഷയില്ല എന്നതാണ്. നേരിട്ടുള്ള ഇന്റർവ്യൂ വഴിയാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിനാൽ അപേക്ഷകർക്ക് പരീക്ഷാ തയ്യാറെടുപ്പിനേക്കാൾ അഭിമുഖത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് കൂടുതൽ പ്രധാനമായിരിക്കുന്നത്. ഇന്റർവ്യൂവിന് സാധാരണയായി ചോദിക്കാൻ സാധ്യതയുള്ള ചില വിഷയങ്ങൾ നോക്കാം. സ്വയം പരിചയപ്പെടുത്തൽ, വിദ്യാഭ്യാസ യോഗ്യത, മുൻ തൊഴിൽ പരിചയം, ഹോസ്റ്റൽ ഭരണവുമായി ബന്ധപ്പെട്ട അറിവ്, വിദ്യാർത്ഥികളുമായി ഇടപെടാനുള്ള കഴിവ്, അടിയന്തര സാഹചര്യങ്ങൾ സ്വീകരിക്കേണ്ട നടപടികൾ, അച്ചടക്ക പരിപാലനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. ഈ മേഖലകളിൽ വ്യക്തമായി ധാരണ ഉണ്ടെങ്കിൽ അഭിമുഖത്തിന് മികച്ച പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിക്കും. ഇന്റർവ്യൂവിന് പോകുമ്പോൾ കൊണ്ടുപോകേണ്ട രേഖകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. SSLC സർട്ടിഫിക്കറ്റ്, ബിരുദം സർട്ടിഫിക്കറ്റ്, മാർക്ക് ലിസ്റ്റുകൾ, ആധാർ കാർഡ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകൾ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ജാതി സർട്ടിഫിക്കറ്റ് അത് ആവശ്യമായവർക്ക് മാത്രമാണ്. മറ്റനുബന്ധ രേഖകൾ ഒറിജിനലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും കരുതുന്നത് നല്ലതാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഭിമുഖ തീയതിയാണ്. ഔദ്യോഗിക അറിയിപ്പ് പ്രകാരം 2026 ജൂൺ 3 രാവിലെ 9 മണിക്ക് തിരുവനന്തപുരം പാളയത്തുള്ള കേരള സർവകലാശാല സെന്റിനറി ഹാൾ ക്യാമ്പസിൽ അഭിമുഖം നടക്കും. അതിനാൽ പങ്കെടുക്കുന്നവർ സമയത്തിന് മുമ്പ് തന്നെ എത്തിച്ചേരണം. അവസാന നിമിഷം എത്തുന്നത് ഒഴിവാക്കുക. രേഖ പരിശോധനയും രജിസ്ട്രേഷൻ നടപടികളും ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ നേരത്തെ എത്തുന്നത് ഗുണകരമായിരിക്കും. കേരള സർവകലാശാലയുടെ കീഴിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന വനിതകൾക്ക് ഈ അവസരം വളരെ പ്രധാനപ്പെട്ടതാണ്. എഴുത്തു പരീക്ഷയില്ലാതെ നേരിട്ട് അഭിമുഖം വഴി തിരഞ്ഞെടുക്കപ്പെടാനുള്ള അവസരമായതിനാൽ അർഹരായവർ ഇത് നഷ്ടപ്പെടുത്തരുത്. ഔദ്യോഗിക വിജ്ഞാപനം ഒരിക്കൽ കൂടി ശ്രദ്ധാപൂർവം വായിച്ച് എല്ലാ യോഗ്യതകളും ഉറപ്പാക്കിയ ശേഷം മാത്രമേ ഇന്റർവ്യൂവിന് പങ്കെടുക്കാവൂ. ജോലി വാർത്തകൾ സ്ഥിരമായി അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. പുതിയ സർക്കാർ ജോലികൾ, യൂണിവേഴ്സിറ്റി റിക്രൂട്ട്മെന്റുകൾ, കേന്ദ്ര സർക്കാർ ഒഴിവുകൾ, PSC വാർത്തകൾ എന്നിവയെല്ലാം തുടർച്ചയായിട്ട് പങ്കുവയ്ക്കുന്നതാണ്. ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. നെക്സ്റ്റ് ഒരു ജോബ് അപ്ഡേറ്റുമായിട്ട് പുതിയൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.